നത്തിങ് ഫോൺ 2 ഡിസൈനും കാര്യങ്ങൾ റിവീൽ ചെയ്തിരിക്കുകയാണ്. MKBHD ആണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങൾ റിവീൽ ചെയ്തത്. അതായത് മൂപ്പറുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് വീഡിയോ ചെയ്താണ് റിവീൽ ചെയ്തത്. കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായുള്ളൂ. അപ്പം ആ ഒരു ഡിസൈൻ പാറ്റേണിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് ഉണ്ടല്ലോ, അത് വെച്ച് കുറേ അധികം കൂൾ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു നത്തിങ് ഫോൺ 2 ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നത്, നിങ്ങളൊരു ഫുഡ് ഓർഡർ ചെയ്ത ശേഷം, അതായത് സൊമാറ്റോ വഴി നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത ശേഷം ആ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ഫ്ലിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലൈവായുള്ള ഇൻഡിക്കേഷൻ ആ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് വഴി നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ നോർമലി മാപ്പിൽ നോക്കിയിട്ട്, അതായത് സൊമാറ്റോൻ്റെ ആ ഒരു മാപ്പ് ഉണ്ടാവുമല്ലോ, ലൈവ് മാപ്പ് ഉണ്ടാവുമല്ലോ, ഫുഡ് എവിടെ വരെ എന്നുള്ളതിനെ അറിയാൻ. അതിന് പകരം നിങ്ങൾ ജസ്റ്റ് ഫുഡ് ഓർഡർ ചെയ്ത ശേഷം സ്മാർട്ട് ഫോൺ തിരിച്ച് ഫ്ലിപ്പ് ചെയ്ത് വെക്കുക. ആ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് നമുക്ക് ലൈവായുള്ള ഇൻഡിക്കേഷൻ തരുന്നതായിരിക്കും. അതൊരു കൂളായുള്ള ഒരു കാര്യമാണ്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ കുറേ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസിൽ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പറയുന്ന ഫീച്ചേഴ്സിൽ ഏതൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. മെയിൻലി നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നത്തിങ് ഫോൺ 1 അതുപോലെ ഫോൺ 2 വെച്ച് നോക്കുന്ന സമയത്ത് ഡിസൈൻ പാറ്റേണിൽ ഒരു കർവ്ഡ് ആയുള്ള ഡിസൈൻ പാറ്റേൺ ആണ് നത്തിങ് ഫോൺ 2 കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റേതിൽ ഫ്ലാറ്റ് ബേസ്ഡ് ആയുള്ള ഡിസൈൻ ആയിരുന്നു. അതുപോലെ ഈ ഒരു മോഡലിൽ നമുക്ക് ഒരു കളർ ഷെയ്ഡ് കൂടെ വരുന്നുണ്ടാവും. അതായത് ബ്ലാക്ക്, വൈറ്റ്, അങ്ങനെ 2 കളറായിരുന്നു നത്തിങ് ഫോൺ 1 ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു മോഡലിൽ ഒരു ഗ്രേ ഷെയ്ഡ് കൂടെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് റിവീൽ ചെയ്തിരിക്കുന്ന ആ ഒരു നത്തിങ് ഫോൺ 2 ആ ഒരു മോഡലിൽ ഗ്രേ ഷെയ്ഡായുള്ള ഒരു മോഡലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ചിലപ്പം ബ്ലാക്കിന് വരെ ഈ ഒരു ഗ്രേ ഷെയ്ഡായിരിക്കും കൊണ്ടുവരുന്നത്. അതല്ലെങ്കിൽ 3 കളർ നമുക്ക് ഈ ഒരു നത്തിങ് ഫോൺ 2 കിട്ടാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു മോഡലിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം ഒന്നുമില്ല, നമുക്ക് ഡ്യുവൽ ക്യാമറ സിസ്റ്റം തന്നെയാണ് ഈ ഒരു മോഡലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഫോൺ 1 ഉണ്ടായിരുന്ന ആ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് മാതിരി ആയിരിക്കില്ല നമ്മുടെ ഫോൺ 2 വരുമ്പോൾ ആ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ്. അതിൽ കുറച്ച് ഡിസൈൻ പാറ്റേൺ അല്ലെങ്കിൽ അതിൽ കുറച്ച് ചേഞ്ചും കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു നത്തിങ് ഫോൺ 2 RGB ലൈറ്റും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പ്ലെയിൻ ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസിൽ ഓരോ സ്ട്രിപ്പായിട്ടാണ് ഈ ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു LED സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കുറേ അധികം LEDs നമുക്ക് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഐ മീൻ പഴയ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചും കൂടുതൽ LEDസും കാര്യങ്ങളും നമുക്ക് അതിൽ കാണാൻ പറ്റും. നത്തിങ് ഫോൺ 1 നമുക്ക് 12 LEDs ആയിരുന്നു മൊത്തം ആ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസിൽ. പക്ഷേ നത്തിങ് ഫോൺ 2 വരുന്ന സമയത്ത് മൊത്തം 33 LEDs ആണ് ആ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസിൽ കൊണ്ടുവരുന്നത്. നത്തിങ് ഫോൺ 1 നമുക്ക് ചാർജ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് ആ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസിൽ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ ഒരു നത്തിങ് ഫോൺ 2 വരുന്ന സമയത്ത് കുറച്ചധികം ഫീച്ചേഴ്സും കൂടെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പ്രോഗ്രസ് ഇൻഡിക്കേറ്റർ ആയിട്ട് ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ മീഡിയ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്രമാത്രം വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ലൈവ് ഇൻഡിക്കേഷൻ അവിടെ കാണാൻ പറ്റും. നിങ്ങൾ വോളിയം കുറയ്ക്കുന്ന സമയത്തും കൂടുന്ന സമയത്തും അതിൻ്റെ ആ ഒരു ലൈവ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് ആ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസിൽ കാണാൻ പറ്റും. അതുപോലെ ഇതിൽ നമുക്ക് ഗ്ലിഫ് ടൈമർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ടൈമർ സെറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഇത് കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്കൊരു ടൈം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ എത്ര മിനിറ്റാണോ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് അത്രയും സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നിങ്ങൾ ആ ഫോൺ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് വഴി നിങ്ങൾക്ക് ആ ഒരു ലൈവ് ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു ലൈറ്റ് തീരുന്ന സമയത്ത് ആ ഒരു ടൈമർ തീരുന്നതായിരിക്കും. അധികം കസ്റ്റമൈസേഷൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസിൽ നമുക്ക് ബാക്ക് സൈഡിൽ ലൈറ്റ് കത്തി കാണുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലൈറ്റ് കത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇന്ന ഒരു ആപ്ലിക്കേഷനിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് വന്നത്. അപ്പോൾ നിങ്ങളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കണം. എല്ലാ ആപ്ലിക്കേഷനിലേക്കും സെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ചൂസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസിൽ 2 തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളാണ് സപ്പോർട്ടറായിട്ടുള്ളത്. ഒന്ന് ഊബറും പിന്നെ സൊമാറ്റോയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഓർഡറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ലൈവ് ഇൻഡിക്കേഷൻ നമുക്ക് ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് വഴി കാണാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ എപ്പോഴും എടുത്ത് ഫോൺ ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഊബർ എത്തിയോ അല്ലെങ്കിൽ ഫുഡ് എവിടെ വരെയായി എന്നുള്ളതിനെ കുറിച്ചൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓർഡർ ചെയ്യുക, ഫോൺ ഫ്ലിപ്പ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ആ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിയൽ ടൈം അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് ഒരു പ്രോഗ്രസ് ബാറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞു തരുവാണെങ്കിൽ അത് മാത്രമാണ്. ഒരു പ്രോഗ്രസ് ബാർ മാതിരി നമുക്ക് ഈ ഒരു ഗ്ലിഫ് ഇൻ്റർഫേസ് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു റിംഗ് ട്യൂൺ കസ്റ്റമൈസേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഈ ഒരു നത്തിങ് ഫോൺ 2 വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു നത്തിങ് ഫോൺ 2 ഡിസൈനും കാര്യങ്ങളും പോകുന്നത്. നമുക്ക് ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് വരുന്നത്, ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം അല്ല. അതുപോലെ നമുക്ക് റൗണ്ടർ ആയിട്ടുള്ള ഷേപ്പും കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ്, ട്രിപ്പിൾ ക്യാമറ സിസ്റ്റം അല്ല. ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് ഈ ഒരു മോഡൽ വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ആയിരിക്കും നമ്മുടെ ചിപ്സെറ്റ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ നമുക്ക് 5000 വെച്ച് ബാറ്ററി കാര്യങ്ങൾ കിട്ടുന്നുണ്ടാവും. അതുപോലെ നമുക്ക് ഈ ഒരു ക്യാമറ സിസ്റ്റത്തിൽ നമുക്ക് 4K 60 FPS വരെ മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളുണ്ടാവും. അതല്ലെങ്കിൽ 30 FPS ആയിരിക്കും. അപ്പം ആ ഒരു രീതിയിലായിരിക്കും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും വരുന്നത്. ഇത്രയാണ് ഈ ഒരു നത്തിങ് ഫോൺ 2 കുറിച്ച് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളാണ്, യാതൊരു ലീക്കോ കാര്യങ്ങളല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.